നമസ്കാരം. ഷുഹൈബ് വധക്കേസ് പ്രതി ആകാശ് തില്ലങ്കേരിയെ തൊട്ടുകളിച്ചാൽ ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ വിവരമറിയും. വയനാട് ജില്ലയിലെ പനമരത്ത് ഗതാഗത നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് വാഹനമോടിച്ച ആകാശ് തില്ലങ്കേരിക്കെതിരെ ഒരു കടുത്ത നടപടിയും മോട്ടോർ വാഹന വകുപ്പോ പോലീസോ എടുക്കില്ല. പാർട്ടി നേതാക്കൾക്ക് വേണ്ടി സ്വർണം പൊട്ടിച്ചും ആസൂത്രിത കൊലപാതകങ്ങൾ നടത്തിയും ശ്രദ്ധേയനായ തില്ലങ്കരിയെ പിണറായിയും CPM നേതാക്കളും തള്ളിപ്പറയുന്നതൊക്കെ ജനത്തെ പറ്റിക്കാനുള്ള ശുദ്ധ തട്ടിപ്പ് മാത്രമാണ്. സർക്കാരുമായുള്ള അടുത്ത ബന്ധവും പിണറായിയുടെ ഓഫീസുമായുള്ള അവിഹിത ബന്ധവുമൊക്കെ ആകാശ് തില്ലങ്കേരിയുടെ രക്ഷയ്ക്കായി എപ്പോഴുമുണ്ട്. പോരാളി ഷാജി ഉൾപ്പെടെയുള്ള സൈബർ സഖാക്കളെ കുത്തി മുറിവേൽപ്പിച്ചതിന്റെ മുറിവുകൾ ഉണക്കാൻ MV ഗോവിന്ദനും പിണറായി വിജയനും പാടുപെടുന്നതിനിടെ എത്തിയ തില്ലങ്കേരി പ്രശ്നത്തിൽ അതിരുകടന്ന ഇടപെടലുകളൊന്നും വേണ്ട എന്ന നിലപാടിലാണ് പിണറായിയുടെ ഓഫീസ്. വയനാട്ടിൽ ഗതാഗത നിയമങ്ങൾ ലംഘിച്ച് വാഹനമോടിച്ച ആകാശ് തില്ലങ്കേരിക്കെതിരെ നടപടികളൊന്നും മോട്ടോർ വാഹന വകുപ്പ് എടുക്കില്ല. തില്ലങ്കേരിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല എന്ന് മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ സൂചന ലഭിച്ചിരുന്നു. സ്വദേശമായ കണ്ണൂർ ജില്ലയിൽ നിന്ന് സ്വന്തം പേരിലും വിലാസത്തിലും ആകാശ് തില്ലങ്കേരി ഡ്രൈവിംഗ് ലൈസൻസ് ഇതുവരേക്കും എടുത്തിട്ടില്ല. ആധാർ പരിശോധനയിലും ലൈസൻസിന്റെ സൂചനകളില്ല. ആകാശ് തില്ലങ്കേരിയുടെ ലൈസൻസ് റദ്ദാക്കാൻ വയനാട് എൻഫോഴ്സ്മെന്റ് RTO അതേസമയം കണ്ണൂർ RTOയോട് ശുപാർശ ചെയ്തിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കണ്ണൂർ ജില്ലയിൽ നിന്ന് തില്ലങ്കേരി ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ടില്ല എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. മറ്റെവിടെ നിന്നെങ്കിലും ലൈസൻസ് എടുത്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ സംസ്ഥാന തലത്തിലേക്ക് ശുപാർശ പോയി. എൻഫോഴ്സ്മെന്റ് RTO KR സുരേഷ് ഇതേപ്പറ്റി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. സംസ്ഥാന തലത്തിലും പ്രാഥമികമായി നടത്തിയ പരിശോധനയിൽ ആകാശ് തില്ലങ്കേരിക്ക് ലൈസൻസ് ഇല്ല എന്നാണ് വ്യക്തമായിട്ടുള്ളത്. ആകാശ് ഓടിച്ചിരുന്ന വാഹനത്തിന്റെ ഉടമ മലപ്പുറം മൊറയൂർ സ്വദേശി സുലൈമാനോട് ഗതാഗത നിയമലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടി 45,500 രൂപ പിഴയടയ്ക്കാൻ GA ആവശ്യപ്പെട്ടിട്ടുണ്ട്. വാഹനത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കുന്നതിന് മുന്നോടിയായി നോട്ടീസ് നൽകി. അതിനപ്പുറം ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചതിന് തില്ലങ്കേരിക്കെതിരെ പിഴ ചുമത്തും. ഇങ്ങനെ നടപടികൾ അവസാനിപ്പിക്കാനാണ് പോലീസിന്റെ നീക്കം. ഇതിനപ്പുറം ഒന്നും ചെയ്യാൻ പിണറായി വിജയന് കഴിയില്ല. അതേസമയം നിയമം ലംഘിച്ചുകൊണ്ടുള്ള ആകാശ് തില്ലങ്കേരിയുടെ യാത്രയുണ്ടാക്കിയ വിവാദത്തിൽ കോടതി ഇടപെട്ടു. ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ട ആളാണ് വാഹനമോടിച്ചത് എന്ന് മനസ്സിലാക്കുന്നുവെന്ന് നിരീക്ഷിച്ച കോടതി ഇത്തരം വാഹനങ്ങൾ പൊതുസ്ഥലത്ത് ഉണ്ടാകാനേ പാടില്ല എന്നും വ്യക്തമാക്കി. സംഭവത്തിൽ സ്വമേധയാ കേസെടുക്കുമെന്നും കോടതി പറഞ്ഞിരുന്നു. ജസ്റ്റിസ് അനിൽ K. നരേന്ദ്രൻ, ഹരിശങ്കർ V. മേനോൻ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടുന്നത്. യൂട്യൂബർ സഞ്ജു ടെക്കി ഉൾപ്പെട്ട കേസിന്റെ തുടർ നടപടികൾ പരിഗണിക്കുമ്പോഴാണ് ആകാശ് തില്ലങ്കേരിയുടെ നിയമം ലംഘിച്ചുകൊണ്ടുള്ള യാത്രയെക്കുറിച്ച് കോടതി പരസ്യ വിമർശനം നടത്തുന്നത്. അതേസമയം ആകാശ് തില്ലങ്കേരി നിയമം ലംഘിച്ച് പനമരം ടൗണിലൂടെ ഓടിച്ച ജീപ്പ് വലിയ രീതിയിൽ രൂപമാറ്റം വരുത്തിയിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. എഞ്ചിനും ഗിയർ ബോക്സും ടയറുമെല്ലാം മാറ്റിയിട്ടുണ്ട്. വാഹനത്തിന്റെ രജിസ്ട്രേഷൻ അതിനാൽ റദ്ദാക്കി. വാഹനം പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ സംഭവ സമയത്ത് തില്ലങ്കേരി വാഹനത്തിൽ ഉപയോഗിച്ചിരുന്ന വലിയ ടയറുകൾ മാറ്റിയ ശേഷമാണ് ജീപ്പ് സ്റ്റേഷനിൽ ഹാജരാക്കിയത്. ജീപ്പിൽ ആകാശിനൊപ്പമുണ്ടായിരുന്ന പനമരം സ്വദേശി ഷൈജലാണ് ജീപ്പ് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുന്നത്. കേടുപാടുണ്ടായതിനാൽ ടിപ്പർ ഉപയോഗിച്ച് കെട്ടിവലിച്ചാണ് ജീപ്പ് കൊണ്ടുവന്നത്. ഒട്ടേറെ കേസുകളിൽ പ്രതിയായ ഷൈജലിനെ പോലീസ് 1.5 മണിക്കൂറോളം കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയുണ്ടായി. ഷൈജലിന്റെ കൂളിവയലിലുള്ള ബന്ധുവീട്ടിലാണ് ജീപ്പിന്റെ വലിയ ടയറുകൾ ടർപ്പായ കൊണ്ട് മൂടി വെച്ചിരിക്കുന്നത്. കണ്ണൂരിൽ വെച്ചാണ് ആകാശിനെ പരിചയപ്പെട്ടത് എന്നും കഴിഞ്ഞ 7-ന് ഉച്ചയോടെ പനമരം കോഫി ഹൗസിൽ വീണ്ടും കണ്ടപ്പോൾ റീലെടുക്കാനാണ് ജീപ്പിൽ യാത്ര ചെയ്തത് എന്നും ഷൈജൽ നൽകുന്ന വിശദീകരണത്തിൽ പറയുന്നു. ആകാശിന്റെ ജീപ്പ് RC പ്രകാരം 2002 മോഡലാണ്. കരസേനയുടെ ഭാഗമായിരുന്ന വാഹനം 2017-ൽ ലേലം ചെയ്യുകയായിരുന്നു. പഞ്ചാബിൽ രജിസ്ട്രേഷൻ ചെയ്ത വാഹനം തൊട്ടടുത്ത വർഷമാണ് മലപ്പുറത്ത് രജിസ്ട്രേഷൻ ചെയ്യുന്നത്. 2 വർഷം മുൻപ് 2.5 ലക്ഷം രൂപയ്ക്ക് മലപ്പുറം മൊറയൂർ സ്വദേശി സുലൈമാനിൽ നിന്നാണ് ജീപ്പ് വാങ്ങിയത്. 1 ലക്ഷം രൂപ ബാക്കി കൊടുക്കാനുള്ളതിനാൽ RCയിൽ നിന്ന് പേര് മാറ്റിയിരുന്നില്ല.